സോ ഇൻഫിനിക്സ് GT30 Pro നല്ലൊരു ഐറ്റമാണ്. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ലൊരു ഗെയിമിംഗ് ഫോണാണ് ഇൻഫിനിക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു ഗെയിമിംഗ് ഫോൺ ആണെങ്കിലും, അതായത് പെർഫോമൻസ് ഓറിയന്റഡ്, ചിപ്സെറ്റ് ഓറിയന്റഡ് ഗെയിമിംഗ് ഫോൺ ആണെങ്കിലും പല കമ്പനികളും അവരുടെ ഓൾറൗണ്ട് പാക്കേജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് പാക്കേജ് ഫോൺ എന്ന് പറഞ്ഞ് ഇറക്കാറുള്ള ഫോൺസ് ഉണ്ടല്ലോ, ആ ഫോണുകളിൽ പോലും ഇല്ലാത്ത ചില ഫീച്ചേഴ്സ് ഗെയിമിംഗ് ഫോൺ എന്ന ഈ ഫോണിൽ ഇൻഫിനിക്സ് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ NFC, പല ബ്രാൻഡുകളും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് NFC, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് തരുന്നുണ്ട്. അതായത് ഡെഡിക്കേറ്റഡ് ഹാപ്റ്റിക് മോട്ടോഴ്സ് ഉണ്ട്, 4K 60 FPS വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയുള്ള സപ്പോർട്ടും ഈ ഫോണിൽ വരുന്നുണ്ട്. എനിവേ ഈ വീഡിയോയിൽ ഞാൻ എല്ലാം ഷെയർ ചെയ്യാം. അതായത് ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ട്, ശരിക്കും 120 FPS ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നുണ്ടോ, ഹീറ്റിംഗ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും ക്ലിയർലി ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് റോൾ. ഇതാണ് ഇൻഫിനിക്സ് GT30 Proയുടെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ കേസ് ഉണ്ട്, ഡോക്യുമെന്റ്സ്, ഇതാണ് ഫോൺ, ചാർജിംഗ് ബ്ലോക്ക് ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. എനിക്കറിയാം നിങ്ങളിൽ പലരും ഈ ഫോണിന്റെ പെർഫോമൻസ്, അതായത് ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് വീഡിയോയിൽ വേണ്ടി ക്ലിക്ക് ചെയ്തത്. പക്ഷേ അതിന് മുമ്പ്, അതിലേക്ക് ഞാൻ വരാം എന്തായാലും, ഓക്കെ. പക്ഷെ അതിന് മുമ്പ് ഇതിന്റെ ഡിസൈൻ ഒന്ന് നോക്കാം. കാരണം ഡിസൈനിലും പല ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ഇൻഫിനിക്സ് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഒരു ഗ്ലോസി ബാക്കുമായാണ് ഈ ഒരു ഫോൺ വരുന്നത്. എന്നാൽ ഈ ഒരു ബാക്ക് ട്രാൻസ്പെറന്റ് ബാക്ക് ആണ്. അതായത് നമുക്ക് ഉള്ളിലുള്ള ഡിസൈൻ കാണാൻ പറ്റും. ഇതാ കണ്ടില്ലേ, നല്ല കൂൾ ഗെയിമിംഗ് വൈബ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് വൈബ് തരുന്ന തരത്തിലുള്ള ഡിസൈൻ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഇൻഫിനിക്സ് GT എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ക്രോസ് ഹെയർ മാർക്ക്. അതായത് നമ്മൾ ഈ ഷൂട്ടിംഗ് ഗെയിംസ് കളിക്കുമ്പോൾ എയിം അറിയാലോ, ഒരു ക്രോസ് ഹെയർ, ആ ഒരു മാർക്കാണ് വരുന്നത്. ഇവിടെ മേളിൽ റെഡ് ഡോട്ടഡ് ലൈൻ ഉണ്ട്, താഴെ റൈറ്റ് സൈഡിൽ റെഡ് ആരോ. പിന്നെ നമ്മുടെ ഈ ക്യാമറ മോഡലിന് ചുറ്റും ഒരു റെഡ് കളർ ആക്സെന്റ് തന്നിട്ടുണ്ട്. സോ ഒരു RGB ലൈറ്റ് സെറ്റപ്പ് ഇല്ലാതെ എന്ത് ഗെയിമിംഗ് ഫോണല്ലേ. സോ നമ്മൾ ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ലൈറ്റ് കത്തും, മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ, ഫോൺ ചാർജിനിടുമ്പോൾ, കോൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് വന്ന് കിടക്കുമ്പോൾ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലൈറ്റ് ഇതാ ഇങ്ങനെ ഫുൾ ടൈം സ്വിച്ച് ഓൺ ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു RGB ലൈറ്റിംഗ് വേണ്ട, പക്ഷേ ലൈറ്റിംഗ് വേണം, അതായത് നമ്മൾ നത്തിങ് ഫോണിൽ വരുന്ന തരത്തിലുള്ള വൈറ്റ് ലൈറ്റ് മതിയെങ്കിൽ ഈ ഫോണിന്റെ മറ്റ് കളർ ഓപ്ഷൻ ഉണ്ടല്ലോ, കുറച്ചും കൂടി ലൈറ്റ് ഓപ്ഷൻ ആണ്. ഇത് ഡാർക്ക് ബ്ലാക്ക് ആണ്, അത് കുറച്ചും കൂടി സിൽവർ ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. അതിന്റെ കൂടെ വൈറ്റ് ലൈറ്റ് ആണ്. പിന്നെ ഫോൺ ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്. പിന്നെ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തു, ഐഫോണിന്റെ ഷേപ്പിലാണ് വരുന്നത്. കണ്ടില്ലേ, ഭയങ്കരമായിട്ട് കർവ് ആയിരിക്കുന്ന കോർണേഴ്സും പിന്നെ ഫ്ലാറ്റ് ബോക്സ് ഡിസൈനിൽ. സോ അത്യാവശ്യം കർവ്ഡ് ആയ കോർണേഴ്സ് ആയതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്ത് ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. IP64 ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റന്റ് റേറ്റിംഗുമായാണ് വരുന്നത്. പിന്നെ ഫോൺ കംപ്ലീറ്റ്ലി പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് ബിൽഡിലാണ് വരുന്നത്. സോ ബാക്കിലുള്ള ഈ ട്രാൻസ്പെറന്റ് ബാക്ക് ആണെങ്കിലും ചുറ്റുമുള്ള ഫ്രെയിം ആണെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് യൂണീക്ക് എലമെന്റ് ആണത് ഫോണിന്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഫോണിന്റെ മേളിലായിട്ട് ഇവിടെയും ടച്ച് സെൻസിറ്റീവ് ഷോൾഡർ ട്രിഗർ ബട്ടൺസ് തന്നിട്ടുണ്ട്. കണ്ടില്ലേ. സോ ബേസിക്കലി ഇങ്ങനെ ഫയർ ചെയ്തും പിന്നെ എയിം ചെയ്ത് കളിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. പിന്നെ ഇതുകൊണ്ട് ഗെയിമിംഗ് മാത്രമല്ല മറ്റ് ചില ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാം, സ്ക്രീൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം, ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈവൻ ഈ ഒരു ഫോൺ സൈലന്റ് മോഡിൽ ഇടാം. പിന്നെ ഈ രണ്ട് ട്രിഗേഴ്സും ഒരുമിച്ച് പ്രസന്റ് ഹോൾഡ് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിം ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഒരു മൾട്ടി പർപ്പസ് ടച്ച് സെൻസിറ്റീവ് ട്രിഗേഴ്സ് ആണ്. സോ ബട്ടൺ ട്രിഗേഴ്സിന് പകരം ടച്ച് സെൻസിറ്റീവ് ട്രിഗേഴ്സ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ട്രിഗേഴ്സ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ഇരിക്കൂല. ഓക്കെ, അത് ടച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് ബട്ടൺസ് ആണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റൂല. പിന്നെ സെക്കൻഡ്, മെക്കാനിക്കൽ ബട്ടൺസ് അല്ലാത്തതുകൊണ്ട് അത് റിപ്പയറിങ്ങും അതിന്റെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ അറിയാലോ. ബട്ടൺസ് ആണെങ്കിൽ ചിലപ്പോൾ കേടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ബട്ടൺസ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ടെൻഷനും ഇല്ല. ഇനി നമുക്ക് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. സോ ഈ ഇൻഫിനിക്സ് GT30 Proയിലാണ് MediaTekന്റെ Dimensity 8350 അൾട്ടിമേറ്റ് ചിപ്സെറ്റ് ഫസ്റ്റ് ടൈം വരുന്നത്. 3.35 GHz ഉള്ള 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. 8GB 256GB ആൻഡ് 12GB 256GB ആണ് രണ്ട് റാം സ്റ്റോറേജ് വേരിയൻസ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ LPDDR5X റാം ആൻഡ് UFS 4.0 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം പവർഫുൾ ചിപ്സെറ്റും അതിന്റെ കൂടെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സൂപ്പർ ഫാസ്റ്റ് റാം ആൻഡ് സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു എഫക്ട് നമുക്ക് AnTuTu സ്കോറിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് കണ്ടില്ലേ, ക്ലോസ് ടു 14 lakh വരെയുള്ള AnTuTu സ്കോർ ആണ് കിട്ടുന്നത്. ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും എക്സലന്റ് സ്കോർ ആണ്. പിന്നെ ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയും കംപ്ലീറ്റ്ലി പച്ച ഗ്രാഫ് ആണ് കാണിക്കുന്നത്. 88% ആണ് ത്രോട്ട്ലിംഗ് സ്കോർ. സോ അതും നല്ലതാണ്. സോ ഇൻഫിനിക്സ് പറയുന്നതനുസരിച്ച് ഈ ഒരു ഫോൺ ക്രാഫ്റ്റന്റെ 120 FPS സർട്ടിഫിക്കേഷനുമായി വരുന്ന ഒരു ഫോണാണ് എന്നാണ് ഇൻഫിനിക്സ് പറയുന്നത്. ഓഹോ, എന്നാ ഒന്ന് ചെക്ക് ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് ഞാനും FPS മീറ്റർ ഒക്കെ സെറ്റ് ചെയ്ത് കുറേ നേരം കുത്തിയിരുന്ന് ഗെയിമിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും BGMI ആണ് ടെസ്റ്റ് ചെയ്തത്. കാരണം ഇൻഫിനിക്സ് BGMIയിലാണ് സ്മൂത്ത് FPS, അതായത് 120 FPS ക്ലെയിം ചെയ്യുന്നത്. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അതായത് നല്ല സ്മൂത്ത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ്. 120 FPS പറയുന്നുണ്ടെങ്കിലും ഒരു ഫോണിനും കോൺസ്റ്റന്റ് 120 FPS തരാൻ പറ്റൂല.
പ്രത്യേകിച്ചും ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണിൽ. സോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 120 FPS കാണിക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് 105 FPS 110 FPS ഒരിക്കലും 100ന്റെ താഴെ പോയിട്ടില്ല. അതായത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും 100 FPS താഴെ പോയിട്ടില്ല. അവിടെ നമുക്ക് ക്ലിയർലി 105 ആവറേജ് FPS കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോഴൊക്കെ കൂടുതലും കാണിക്കുന്നുണ്ട്, 110 FPS കാണിക്കുന്നുണ്ട് ആവറേജ് ആയിട്ട്. നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒന്നെങ്കിൽ 60 FPS അല്ലെങ്കിൽ മാക്സിമം എക്സ്ട്രീം പ്ലസ് അതായത് 90 FPS വരെയുള്ള ഗ്രാഫിക് സെറ്റിംഗ്സ് ആണ് കിട്ടുന്നത്. സോ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഓൺ ആൻ ആവറേജ് 105-110 FPS ഇസ് എ വെരി വെരി ഗുഡ് സ്കോർ. ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഹീറ്റ് ആവുന്നുണ്ട്. അതായത് ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. പക്ഷേ 42 ഡിഗ്രി 43 ഡിഗ്രി വരെ പോയതിനു ശേഷം ഐ തിങ്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു 6 ലെയർ കൂളിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, വേപ്പർ ചേമ്പർ കൂളിംഗ്, അതിന് ആക്ടിവേറ്റ് ആവും. അതിനുശേഷം ടെമ്പറേച്ചർ വീണ്ടും കുറയും. പക്ഷേ ആ ഒരു ചൂട് നമുക്ക് ഇതിന്റെ ബാക്കിൽ ഫീൽ ആവും. പ്രത്യേകിച്ച് നിങ്ങൾ കവറൊന്നും ഇടാതെ ഫോൺ മാത്രം പിടിച്ച് കളിക്കുകയാണെങ്കിൽ ഇവിടെ ഈ പോർഷൻ ആയിട്ട് ഇവിടെയാണല്ലോ ചിപ്സെറ്റ് ഇരിക്കുന്നത് അല്ലെങ്കിൽ പ്രൊസസ്സർ ഇരിക്കുന്നത്. നോർമലി എനിക്ക് ട്രിഗേഴ്സ് ഇഷ്ടപ്പെടാറില്ല. കാരണം ഞാൻ ഓൾറെഡി അതായത് അറിയാലോ ക്ലോ ഫിംഗർ BGMI ഗെയിമേഴ്സിന് അറിയായിരിക്കും ഈ ക്ലോ. ഞാൻ ഈ ക്ലോ വെച്ചാണ് കളിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ട്രിഗേഴ്സ്. അടിപൊളി ട്രിഗേഴ്സ് ആണ്. നല്ല ടച്ച് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഒരു തവണ പോലും പ്രസ് ചെയ്തതിന് ശേഷം ഫയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ സൂം ആവുന്നില്ല. സോ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഫയറും റൈറ്റ് സൈഡിൽ സൂം ആ രീതിയിലാണ് കളിച്ചത്. വളരെ നല്ല ടച്ച് റെസ്പോൺസ് ആണ് കിട്ടുന്നത്. പ്ലസ് അതിൻ്റെ മേളിൽ ഹാപ്റ്റിക്സ് ഉണ്ട്. സോ ഓരോ തവണ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടും. ഇറ്റ്സ് വെരി നൈസ് ആക്ച്വലി. പിന്നെ 6 ആക്സസ് ജൈറോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളൊരു ജൈറോ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഇവിടെ നല്ല സ്മൂത്ത് ഗെയിമിംഗ് ചെയ്യാൻ പറ്റും. ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടിയും കളിച്ച് നോക്കിയിരുന്നു. അവിടെ 120 FPS കിട്ടുന്നില്ല. അവിടെ മാക്സിമം 90 FPS ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഓൺ ആൻ ആവറേജ് 88 FPS 86 FPS കിട്ടുന്നുണ്ട്. സോ അവിടെ നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ്. ഗെൻഷിൻ ഇമ്പാക്ട് 60 FPS നമുക്ക് കളിക്കാൻ പറ്റുമല്ലോ. പക്ഷേ ഐ തിങ്ക് ഒരു 45-50 FPS ആണ് കിട്ടുന്നത്. പിന്നെ ഗെൻഷിൻ ഇമ്പാക്ട് കളിക്കുമ്പോൾ ഹീറ്റിംഗും ഉണ്ടായിരുന്നു ചെറിയ രീതിയിലൊക്കെ. സോ വേണമെങ്കിൽ കളിക്കാം, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഐ തിങ്ക് ഈ ഒരു ഫോൺ ഇൻഫിനിക്സ് കൂടുതൽ BGMIക്ക് വേണ്ടിയാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഗെയിം ബാർ തുറന്നു വരുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഗെയിമിംഗ് ഫോണല്ലോ. സോ ഇതാണ് ഇൻഫിനിക്സിന്റെ GT30 Pro ഉള്ള ഗെയിം ബാർ. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പവർ സേവിങ്ങും ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ബാലൻസ്ഡ് മോഡും അല്ലെങ്കിൽ വേണമെങ്കിൽ പെർഫോമൻസ് മോഡിൽ ഇടാൻ പറ്റും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ GT ട്രിഗർ, അത് ഇവിടുന്ന് വേണമെങ്കിൽ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് കണ്ടില്ലേ ഇവിടെ രണ്ട് LNRന്റെ 2 ബട്ടൺസ് ഇവിടെ ചെറിയ ബട്ടൺസ് ഇവിടെ കാണുന്നുണ്ട്. ഏത് കൺട്രോൾ ആണ് ഇത് വെച്ച് കൺട്രോൾ ചെയ്യേണ്ടത് അതിന്റെ മേളിൽ പ്ലേസ് ചെയ്താൽ മതി. ഇതാ ഇങ്ങനെ. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഹാപ്റ്റിക് ഫീഡ്ബാക്ക് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്യാം. വിഷ്വൽ ഫീഡ്ബാക്ക് അതായത് പ്രസ് ചെയ്യുമ്പോൾ റെഡ് ആൻഡ് ബ്ലൂ കളർ കാണിക്കും. അത് വേണമെങ്കിൽ ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. സെൻസിറ്റിവിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ സ്പോർട്സ് മോഡ് ആക്ടിവേറ്റ് ചെയ്യും. അതായത് ഈ ഫോണിൽ നിന്ന് മാക്സിമം ഗെയിമിംഗ് എക്സ്പീരിയൻസും ഗെയിമിംഗ് പെർഫോമൻസ് വേണമെങ്കിൽ ഈ സ്പോർട്സ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാം. പിന്നെ ബൈപാസ് ചാർജിങ് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർജർ കുത്തി വെച്ചുകൊണ്ട് കളിക്കാം. അങ്ങനെ ഓവർ ഹീറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. കാരണം ആ ഒരു ചാർജിന്റെ ഒരു പോർഷൻ ഡയറക്ട്ലി ഇതിന്റെ മദർ ബോർഡിലേക്ക് പോകും. ഇനിയും കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ദാ കണ്ടില്ലേ. സോ ഈ ഒരു ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഈ ഫോണിന്റെ ഫ്രണ്ടിൽ 6.78 ഇഞ്ച് സൈസ് ഉള്ള 144 Hz വരെ റിഫ്രഷ് ചെയ്യുന്ന 1.5K റെസൊല്യൂഷൻ ഉള്ള LTPS AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. സോ ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഡിപ്പാർട്ട്മെന്റിലും ഇൻഫിനിക്സ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. സ്ക്രീൻ പ്രൊട്ടക്ടറുമായാണ് വരുന്നത്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട് കസ്റ്റമൈസ് ആപ്പ് റിഫ്രഷ് റേറ്റ് ഇവിടെ നമുക്ക് 4 ആപ്സിൽ അതായത് സെറ്റിംഗ്സിലും ഫോൺ മെസ്സേജസ് ആൻഡ് ഗൂഗിൾ ഫയൽസിൽ നമുക്ക് 144 Hz ആക്കാൻ പറ്റും. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗെയിമിംഗ് ഫോൺ ആണ്. സോ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരിക്കും ബെറ്റർ. അതിനോടൊപ്പം തന്നെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് അത്യാവശ്യം സ്ലിം ആണ്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 4500 നിറ്റ്സിന്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ്, 1600 നിറ്റ്സിന്റെ ആണ് HBM ബ്രൈറ്റ്നസ്. സോ ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ പക്കയാണ്. യൂട്യൂബിൽ HDR വീഡിയോസ് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ HDR സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. പിന്നെ ലോ ബ്രൈറ്റ്നസിൽ നമ്മൾ ഈ ഡിസ്പ്ലേ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഫ്ലിക്കറിംഗ് ഉണ്ടല്ലോ അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള PWM ഡിമ്മിംഗ് ഫീച്ചർ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ഒരു ഗെയിമിംഗ് ഫോൺ ആണ്, വേണമെങ്കിൽ അതും കൊടുക്കാമായിരുന്നു. എനിവേ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡീസന്റ് പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ സിനിമകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ കരക്കിന്റെ ലേറ്റസ്റ്റ് സംതിങ് ഫിഷ് ഇതിലിട്ടാണ് കണ്ടത്. സോ വോക്കൽസ് ഒക്കെ നല്ല ക്ലിയർലി കേൾക്കാൻ പറ്റുന്നുണ്ട്. അവിടെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു, നമ്മൾ ഈ ഒരു സ്പീക്കറിന്റെ വോളിയം ഫുൾ ആക്കി വെച്ചുകൊണ്ട് കേൾക്കുമ്പോൾ ഈ ബാക്ക് പാനലില്ലേ ഇത് വൈബ്രേറ്റ് ആവുന്നുണ്ട്. സോ നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വീഡിയോസും അല്ലെങ്കിൽ മൂവീസൊക്കെ കാണുമ്പോൾ നമ്മുടെ ഫിംഗറിൽ അത് അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു വൈബ്രേഷൻ. Android 15 ബേസ് ചെയ്തിട്ടുള്ള XOS 15 ആണ് വരുന്നത്. 2 വർഷത്തെ OS അപ്ഗ്രേഡിന് വേണ്ടിയുള്ള പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ആക്ച്വലി ഇൻഫിനിക്സിന്റെ XOS UI യൂസ് ചെയ്യുന്നത്. നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. അതായത് ഓവറോൾ ആ ഒരു ലുക്ക് ആണെങ്കിലും ഈവൻ ഉപയോഗിക്കുമ്പോൾ വരുന്ന ആ ഒരു ലാഗ് സ്റ്റട്ടേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഈവൻ ആപ്പ് ഓപ്പണിംഗ് ആൻഡ് ആപ്പ് മിനിമൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ ആനിമേഷൻസ് ഇല്ല, അതും നല്ലതാണ്. നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഇത് One UI 7 ആണ് അല്ലെങ്കിൽ
iOS ആണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പണ്ടത്തെ XOS വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ചില ഈ തേർഡ് പാർട്ടി ബ്ലോട്ട്വെയർ ആപ്സ്, അതായത് ഈ ബബിൾ ഷൂട്ടറും ബ്ലോക്ക് ബസ്റ്ററും പിന്നെ എന്തോ 2-3 ആപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അറിയാലോ, ഇൻഫിനിക്സിന്റെ ഫോണിൽ വരുന്ന ഒരു ഫൊലാക്സ് AI ബേസിക്കലി ChatGPT പോലുള്ള ഒരു AI അസിസ്റ്റന്റ് ആണ്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും, ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ചെയ്തു തരുന്നുണ്ട് നല്ലോണം. പിന്നെ AI നോട്ട് ഉണ്ട്, അതായത് നോട്ട്സ് ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നമുക്ക് അതാ കണ്ടില്ലേ സ്കെച്ച് ടു ഇമേജ് ചെയ്യാൻ പറ്റും, സർക്കിൾ ടു സെർച്ചിന്റെ ഓപ്ഷൻ ഉണ്ട്, പിന്നെ റൈറ്റിംഗ് അസിസ്റ്റന്റ് ഫീച്ചർ ഉണ്ട്, അതായത് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അത് എല്ലായിടത്തും വർക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ AI കോൾ അസിസ്റ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5500 mAh ഒരു വലിയ ബാറ്ററി തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് നൈസ് ആക്ച്വലി. പിന്നെ ഒരു ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾ കുത്തിയിരുന്ന് ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2 തവണയൊക്കെ ചാർജ് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, ഞാൻ ആക്ച്വലി 5Gയിലിട്ട് ഏകദേശം 50-60% ബ്രൈറ്റ്നെസ്സിൽ 1 മണിക്കൂർ കളിച്ച് നോക്കിയിരുന്നു. BGMI ആണ് കളിച്ചത്. ഏകദേശം 20% ആണ് ബാറ്ററി കുറഞ്ഞത്. പിന്നെ ഇതിൽ ആ ഒരു ബൈപ്പാസ് ചാർജിങ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്തുകൊണ്ടും കളിക്കാം. ഇനി നിങ്ങളുടെ യൂസേജ് നോർമൽ ആണെങ്കിൽ, അതായത് എല്ലാ ദിവസവും കുത്തിയിരുന്ന് ഗെയിമിംഗ് ചെയ്യൂല്ലോ, സോ 1 മണിക്കൂർ ഗെയിമിംഗ്, കുറച്ച് നേരം വീഡിയോ കണ്ടു, ഗൂഗിൾ മാപ്സ്, ഇൻസ്റ്റാഗ്രാം, അതൊക്കെ ചെയ്യുമ്പോൾ 1 ഡേ ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടും. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബോക്സിൽ ചാർജർ വരുന്നുണ്ട്. 30 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി നൈസ് ആക്ച്വലി. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടിയിലൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ വണ്ടിയിലൊക്കെ ഉണ്ടല്ലോ വയർലെസ് ചാർജിങ് പാഡൊക്കെ, അവിടെയൊക്കെ വെച്ചുകൊണ്ട് ഇത് വയർലെസ് ചാർജ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈവൻ റിവേഴ്സ് വയർലെസ് ചാർജിന്റെ ഫീച്ചറും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് ഫോണുകളും ആൻഡ് TWS ഒക്കെ ഇതിന്റെ ബാക്കിൽ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. 108 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ ആൻഡ് 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് ക്യാമറയാണ് തന്നിരിക്കുന്നത്. ക്യാമറ പെർഫോമൻസ് ഓക്കെയാണ്, അതായത് ഒരു പെർഫോമൻസ് ഗെയിമിംഗ് ഓറിയന്റഡ് ഫോണാണ്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഡീസെന്റ് ഓക്കെ പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പൂക്കളും ചെടികളും ബിൽഡിങ്സും സീനറി അതിൻ്റെ ഒക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഡൈനാമിക് റേഞ്ച് ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും ഓക്കെ ആണ്. എന്നാൽ ഹ്യൂമൻ സബ്ജക്ട്സിന്റെ ഫോട്ടോസ്, അതായത് ആളുകളുടെ ഫോട്ടോസ് ഷൂട്ട് ചെയ്യുമ്പോൾ സ്കിൻ ടോൺ കുറച്ചും കൂടി ബെറ്റർ ആക്കാം. അതിനോടൊപ്പം തന്നെ കട്ട് ഔട്ട് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും അതും കുറച്ചും കൂടി നാച്ചുറൽ ആക്കാം. അതായത് അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. സോ ഈ പ്രൈസ് റേഞ്ചിൽ 25,000 താഴെ നിങ്ങൾ ക്യാമറ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഫോൺ അല്ല, വേറെ ഫോൺസ് നോക്കാം. 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് ആയതുകൊണ്ട് മെയിൻ ഫോട്ടോസ് വെച്ച് നോക്കുമ്പോൾ അൾട്രാവൈഡ് സോഫ്റ്റ് ആണ്, പക്ഷെ കളർ നല്ലോണം അവർ പ്രോസസ് ചെയ്തിട്ടുണ്ട്. അതായത് മങ്ങിയ കളർ അല്ലെങ്കിൽ കളർ ഷിഫ്റ്റ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. സോ ദാറ്റ് ഈസ് നൈസ്. ഇതിന്റെ 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന സെൽഫി ഫോട്ടോസും ഡീസെന്റ് ആണ്. അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കിൻ ടോണും ഓക്കെ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ എന്നെ സർപ്രൈസ് ചെയ്തത് ഈ ഫോണിന്റെ വീഡിയോ പെർഫോമൻസ് ആണ്. ഫോട്ടോഗ്രാഫി വെച്ച് നോക്കുമ്പോൾ മച്ച് ബെറ്റർ ആണ് വീഡിയോ പെർഫോമൻസ്. ഞാൻ വീഡിയോ സാമ്പിൾ ഷെയർ ചെയ്യാൻ കണ്ടു നോക്കുക. സോ ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് 4K 60 FPS വരെയുള്ള സ്റ്റേബിൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ ക്വാളിറ്റി ഒക്കെ നൈസ് ആണ്. സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. സെൽഫി ക്യാമറ വെച്ച് നമുക്ക് 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാം. അതും സ്റ്റേബിൾ വീഡിയോസ് ആണ്. സോ ഈ ഫോണിന്റെ വീഡിയോ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. പിന്നെ ക്യാമറ ബേസ്ഡ് AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന 3 ഫീച്ചേഴ്സ് ആണ് വന്നിരിക്കുന്നത്. AI ഷാർപ്നെസ് പ്ലസ്, അതായത് ഷാർപ്നെസ് കൂട്ടാൻ വേണ്ടി. പിന്നെ AI ഇറേസർ വരുന്നുണ്ട്, ബേസിക്കലി ഒബ്ജക്ട് ഇറേസർ ആണ്. ആൻഡ് AI എക്സ്റ്റൻഡർ ഉണ്ട്, അതായത് നമ്മുടെ ഫോട്ടോയിന് ചുറ്റുമുള്ള ഫ്രെയിം ഉണ്ടല്ലോ അത് കുറച്ചും കൂടി നമുക്ക് AI യൂസ് ചെയ്ത് വലുതാക്കി എടുക്കാൻ പറ്റും. ഇതാ ഇങ്ങനെ ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ മൈക്രോ SD കാർഡ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല. Wi-Fi 6 ആൻഡ് Bluetooth 5.4 വേണ്ടിയുള്ള സപ്പോർട്ട് വരുന്നുണ്ട്. IR ബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 10 5G ബാൻഡ്സിനുള്ള സപ്പോർട്ട് ഉണ്ട്. 5G നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ നല്ലോണം പിടിക്കുന്നുണ്ട്. അങ്ങനെ കോൾ ക്വാളിറ്റിയിൽ ഇഷ്യൂവോ കോൾ ഡ്രോപ്പോ അല്ലെങ്കിൽ സ്പീഡ് കുറയുന്നോ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇവിടെ ഞാൻ കണ്ടില്ല. നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വെച്ച് ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും. ഈ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 24,990 രൂപ. ലോഞ്ച് ഓഫറിന്റെ ഭാഗമായിട്ട് 2,000 റുപ്പീസിന്റെ ബാങ്ക് ഡിസ്കൗണ്ട് ഉണ്ട്. സോ സ്റ്റാർട്ടിംഗ് ഓഫർ പ്രൈസ്, അതായത് 8GB 256 GB സ്റ്റാർട്ടിംഗ് ഓഫർ പ്രൈസ് ആണ് 22,990 രൂപ. സോ ഈ ഫോൺ ആർക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ മൊത്തം വീഡിയോ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഗെയിമിംഗ് നോക്കുന്നവർക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഗെയിമിംഗ് പെർഫോമൻസ് മാത്രമല്ല ആ ഫോണിന് ഒരു ഗെയിമിംഗ് വൈബ് വേണം. അങ്ങനത്തെ ഒരു ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പാക്കേജ് ആണ്. സോ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ ചെക്കൗട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് 30,000 തൊട്ട് 35,000 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഫോൺ വേണമെങ്കിൽ ഇവിടെ കാണുന്ന iQOO Neo 10 വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.